ഇന്ന് എൻ്റെ അപ്പൻ്റെ ബർത്ത്ഡേ ആണ്. ജീവിതത്തിലാകെ എന്നെ സ്നേഹിച്ച ഒരാൾ എൻ്റെ അപ്പനാണ്. ഇന്ന് റിവ്യൂ കൊടുക്കുന്ന ഇടയ്ക്ക് ഞാൻ സഹായിച്ച 3 പേര് 2 പേര് വന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ബ്രൈറ്റും വിനീതും ഇവന്മാരെല്ലാം എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഒരുപാട് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. നന്ദിയില്ലായ്മ കാണിക്കുകയാണ്. അതുപോലെ വിഷ്ണു കൊച്ചിക്കാരൻ പുറത്തിറങ്ങിയ ഹോട്ടൽ പെട്രോൾ അടിക്കണം ഞാൻ, സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണം ഞാൻ, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, എല്ലാം ചെയ്തിട്ട് ഇപ്പം നന്ദികേട് കാണിക്കുകയാണ്. വളരെ വിഷമം തോന്നുന്നു. സഹായിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. ആരാട്ടനെ പൊട്ടനല്ല പറഞ്ഞപ്പോൾ പൊട്ടനാണെന്ന വിനീത് പറഞ്ഞപ്പോൾ ഞാൻ റിയാക്ട് ചെയ്ത. ഇമാരുടെ ബ്ലഡി നൈറ്റ് സിനിമ ഷോർട്ട് ഫിലിം അഭിനയിക്കാൻ പോയിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ കേസിൽ ട്രാൻസ്ജെൻഡർ കൺട്രോളും ഇല്ല എൻ്റെ പേര് വന്നത്. 2 ദിവസം എൻ്റെ ഫോട്ടോ ആണ് വന്നത്. ഇപ്പോൾ ഇന്നലെ എൻ്റെ നമ്പർ ലീക്കായി. ഒരു കാസർഗോഡ് പിള്ളേർ ഇന്ന് ഞാൻ അനുഭവിക്കുകയാണ്. സഹായിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പണി വയ്ക്കുന്നത്. അറിയാതെ വൈറലായതാണ്. ഈ വൈറലായതുകൊണ്ട് എനിക്ക് ഒരു ഗുണവും കിട്ടിയില്ല. ഞാൻ സഹായിച്ച ബ്രൈറ്റും മുസ്ലിം കൊച്ചിക്കാരനും വിനീതല്ല എന്നെ കളിയാക്കുക. നമ്മൾ സഹായിച്ച ആൾക്കാർ നമ്മളെ തള്ളി പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. മതിയായി. എൻ്റെ അപ്പം മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. ഒരു കാലത്ത് മീഡിയക്കാർക്ക് എന്നെ ആവശ്യമുണ്ടായിരുന്നു കാശുണ്ടാക്കാൻ വേണ്ടി. ഇപ്പോൾ അവർക്കും വേണ്ട. എൻ്റെ പേരിൽ 3 കേസാണുള്ളത്. എൻ്റെ മരണത്തോടെ എല്ലാ പ്രോബ്ലം സോൾവ് ആവും. ഈ വീഡിയോയുടെ കീഴിലും മനുഷ്യത്വമില്ലാത്ത പല കമൻസ് കാണാം. മാർക്കിൻ്റെ എന്തൊക്കെ ചെയ്തു കൊടുത്താണ്, എത്ര രൂപ ചിലവാക്കിയതാണ്. ഇപ്പം എന്നെ കളിയാക്കുന്നു, എന്നെ തള്ളി പറയുന്നു. വളരെ വിഷമം തോന്നുന്നു. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് കുത്തുവർത്താനം കേട്ടു. സഹായിച്ച ആൾക്കാരെന്നെ പണി വയ്ക്കുക. ഇവരൊന്നും വീട്ടിൽ പോലും കയറ്റാൻ പാടില്ല എന്നോട് പലരും പറഞ്ഞതാണ്. 4 പേരെ ആട്ടായ്മ നിശ്ചയം ഉണ്ടാക്കി. അത് ഞാൻ പോലീസ് കേസ് കൊടുത്താണെങ്കിൽ അത് ട്രെസ്പാസിങ്ങിലെ കേസ് കൊടുക്കാം. ഞാൻ കൊടുത്തിട്ടില്ല. ആർക്കും നന്ദിയില്ല. ലിബില്ലി മാത്രം എന്നെ തള്ളി പറഞ്ഞിട്ടില്ല, ജയിലിലാണ്. ബാക്കി എല്ലാവരും തള്ളി പറഞ്ഞു. പെരേര കൂട്ടുകാരൻ ബ്രൈറ്റൺ വന്ന ഒരു മത്സരത്തിൻ്റെ പേരിൽ ഒറ്റ കാശ് വാങ്ങിയാതെയാണ് ബ്ലഡി നൈറ്റ് പോയി അഭിനയിച്ചത്. 2 ദിവസമാണ് എൻ്റെ ഫോട്ടോ ടി വിയിൽ വന്നത്. വേറെ ആളാണെങ്കിൽ ആത്മഹത്യ തന്നെ. ഞാൻ ആ ട്രാൻസ്ജെൻഡറിനെ കണ്ടുകൂടുമില്ല. വിനീതിനോട് ഞാൻ പറഞ്ഞു ആറാട്ടം പൊട്ടറാന്ന് നോക്കുമ്പോൾ പറയാൻ പൊട്ടറാണെന്ന്. അപ്പോഴാണ് വീഡിയോ ഇട്ടത്. ഇന്ന് വനിതാ തിയേറ്ററിൽ റിവ്യൂ കൊടുക്കുന്ന ഇടയ്ക്ക് അമ്മമാർ വന്ന് ഇഷ്യൂ ഉണ്ടാക്കുക. ഇതിൽ ഒട്ടും നന്ദിയില്ലാത്ത വിഷു കൊച്ചിക്കാരനാണ്. ഒരു നന്ദിയില്ല. അമ്മമാരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും വെച്ചാൽ വീട്ടിൽ പോലും കയറ്റാൻ പാടില്ലാത്തതാണ്. എല്ലാവരും മനുഷ്യരല്ലേ വന്ന് കയറ്റിയതാണ്. ഒടുവിൽ ഇവരെന്നെ എനിക്ക് പണി വെച്ചു. ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കണം? എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പം മാത്രമേ എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഉപയോഗിക്കുകയും യൂസ് ആൻഡ് ത്രോ. അറിയാതെ വൈറലായി. ഫീൽഡ് ഔട്ട് കേട്ട് കിടന്ന് നിവൃത്തിയിലാ വന്നപ്പോഴാണ് ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞത്. ഒരുപാട് പേര് ഒരുപാട് അനുഭവിച്ചു. എനിക്കിനി അനുഭവിക്കാൻ വയ്യ. എൻ്റെ മരണത്തോടെ എല്ലാ പ്രോബ്ലവും സോൾവ് ആവും.
എന്നെ ഫോമുളിയോട് എന്നെ വന്ന് ഒരു ദിവസമായിട്ട് ഫുൾ ഫോൺ അറ്റാക്കാണ്. കാസർഗോഡിൽ പിള്ളേർ നമ്പർ ലീക്ക് ചെയ്തതാണ്. എന്ത് ഉപദ്രവം ചെയ്തിട്ടാണ് ഞാൻ എല്ലാം അനുഭവിക്കുന്നത് മനസ്സിലാവണില്ല. ഞാൻ സഹായിച്ച ആൾക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണി വെച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും വേദനാജകവും. ഈ റിവ്യൂ എടുക്കുമ്പോഴാണ് നമുക്ക് ഒറ്റ കാശ് കിട്ടുന്നില്ല, എന്നിട്ട് നമ്മൾ ചെയ്യുകയാണ്. അറിയാതെ വൈറലായതാണ്. 3 കേസാണ് എൻ്റെ പേരിലുള്ളത്. 12 ദിവസം ജയിലിൽ പോയി കളഞ്ഞു. ആട്ടായത്തിലെ കുറേ രൂപ ചെൽപ്പിയത് അവനൊന്നും വരിക പോലും ചെയ്തില്ല. എല്ലാവരും ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. വിനീത് വിശ്വസിക്കാനാണ് ഒരു നന്ദിയില്ലാത്തവൻ. ഒരുപാട് കള്ളവും പറയാനുണ്ട്. ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഒരു നന്ദിയില്ല. ഇന്ന് ബ്രൈറ്റ് വിനീത് വന്ന് എൻ്റെ അടുത്ത് വളരെ മോശം, വളരെ ചൂടായി സംസാരിച്ചു. ഐ ഫെൽറ്റ് വെരി ബാഡ്. എന്നാൽ എൻ്റെ വീട്ടിലവിടെ മുകളിൽ താമസിച്ചിട്ടുണ്ട്. എത്രയോ രൂപ ചിലവാക്കിയിരിക്കണം. നന്ദികേടാ കാണിക്കണം. ഇപ്പം എന്നെ കളിയാക്കുകയാണ് ഫോൺ വിളിക്കുമ്പോൾ. വളരെ വിഷമം തോന്നുന്നു. ഈ വയറിന് ശേഷം ഒരുപാട് വേദനിച്ചു. ഓരോ ആൾക്കാർ കളിയാക്കുമ്പോൾ ഉള്ളിൽ വേദനിച്ചിട്ടുണ്ട്. എനിക്കൊരു ഗുണവും കിട്ടിയിട്ടില്ല. വൈറലായിട്ട് ഒരുപാട് അനുഭവിച്ചു. ഒരാളുടെ കരയിന് കാണുമ്പോൾ മനസ്സിൽ വിലയേൽപ്പിയതാണ് വളരെ. എൻ്റെ അപ്പം മാത്രം എന്നെ സ്നേഹിച്ചു. എൻ്റെ മനുഷ്യൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ അപ്പഴേ പോലും നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ? സീക്രട്ടേറിയറ്റിൽ എന്നെ വെച്ച് എത്ര കണ്ടൽ ഒരു കണ്ടനും കൂടെ എടുക്കുന്നില്ല. ആക്ടർ ബാലെ സ്വന്തം ബ്രദറിനെ കൂടെ കണക്കാക്കിയ സ്വന്തം പെങ്ങന്മാരെ വേദനിപ്പിക്കില്ല. മതിയായി. ആർക്ക് വേണ്ടി ജീവിക്കണം? എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് പെണ്ണുകൾ കല്യാണം നടക്കില്ല. വളരെ വിഷമം തോന്നി. ബ്രൈറ്റും വിനീതും എല്ലാം വന്നിങ്ങനെ പറഞ്ഞപ്പോൾ മാർഗ്ഗം ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആരാട്ടൻ പൊട്ടനാണ് പറഞ്ഞപ്പോൾ എന്നെ പൊട്ടനാണ് പറഞ്ഞപ്പോൾ അയാൾ റിയാക്ഷനിൽ ഞാൻ പറഞ്ഞത്, വീഡിയോ ഇട്ടത്. ആ വിഷയം വെച്ചിട്ട് ഒട്ടും നന്ദിയില്ല. ആ വന്നതിൻ്റെ സ്കൂട്ടറിൻ്റെ പെട്രോള്, സിനിമ കാണാനുള്ള ടിക്കറ്റ്, ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, എന്തൊക്കെ ചെയ്താണ്. ഒരു നന്ദിയില്ലായ്മയാണ് കാണിക്കുന്നത്. കിരീട്ടിലെ ശ്രീനിവാറിൻ്റെ അവസ്ഥ എന്താ? ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മരണത്തോടെ ഇതെല്ലാം സോൾവ് ആവും. എൻ്റെ മരണത്തോടെ ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആവും.